നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ സ്പാൻ തകർന്നു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. ചെന്നിത്തല ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിൽക്കടവ് പാലത്തിന്റെ സ്പാനാണ് തകർന്നു വീണത്. തൃക്കുന്നപ്പുഴ മാവേലിക്കര കല്ലുമല സ്വദേശികളാണ് മരിച്ചത്. ചെന്നിത്തല ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ കീച്ചേരിൽക്കടവ് പാലത്തിന്റെ സ്പാൻ തകർന്നു വീണാണ് തൃക്കുന്നപ്പുഴ കിഴക്കേക്കര വടക്ക് ബിനു ഭവനത്തിൽ ബിനു, മാവേലിക്കര കല്ലുമല അക്ഷയ ഭവനത്തിൽ രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. അച്ചൻകോവിലാറ്റിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. പാലം തകർന്നതോടെ 5 പേർ നീന്തി കരകെത്തിയിരുന്നു. 2 പേരെ കാണാതായിരുന്നു. ഇവരെയാണ് പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതാണ്ട് 3 വർഷക്കാലമായി നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണിത്. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും 50 മീറ്റർ അകലെയാണ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രി സജി ചെറിയാൻ, യു പ്രതിഭ MLA, MS അരുൺകുമാർ MLA തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കാണാതായവർക്കുള്ള തിരച്ചിൽ നടന്നത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം പാലത്തിന്റെ സ്പാൻ തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ അവസാനത്തെ കേടാണ് ഈ പറഞ്ഞത്. ബാക്കി ഇപ്പം എനിക്കൊന്ന് 2, 4, 6, 7 വാർത്ത കഴിഞ്ഞു. ആ വാർത്തപ്പോൾ എടുത്ത് അതേ മെത്തേഡ് തന്നെയാണ് ഇതിനവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നാട്ടിയ സ്പാൻ, ഈ ആറ്റിലോട്ട് നാട്ടി ബലം കൊടുത്ത സ്പാനിന് ചലനം സംഭവിക്കാനാണ് സാധ്യത, എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം ബാക്കിയുള്ളതൊന്നും ഒരു കുഴപ്പം സംഭവിച്ചില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒഴുക്കിൻ്റെ ഭാഗമായി സംഭവിക്കാതിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതായിരിക്കും പ്രാഥമികമായി ഞാൻ കാണുന്നത്. പക്ഷേ വേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണമല്ലോ. കാരണം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ പ്ലാനിനകത്ത് വന്ന പാലം, ഞാൻ കായംകുളം MLA കൂടെ ചേർന്ന് കൊണ്ടുവന്ന പാലം, കീശേരിക്കടവ് പാലം. നമ്മൾ ഏതാണ്ട് നിർമ്മാണ അവസാന ഘട്ടത്തിൽ എത്തിയൊരു ഘട്ടത്തിലാണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. രാഘവ് കാർത്തിക് ബിനു എന്നിവരാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ഒരാളിവിടെ തൃക്കുന്നപ്പുഴയും ഒരാളിവിടെ കണ്ണമംഗലം. വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വേണ്ട അന്വേഷണ കാര്യം നടത്തുകയും ചെയ്യും. കാരണം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു കോൺക്രീറ്റ് വർക്ക് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ 6ന്റെ നടുക്ക് നടത്തുമ്പോൾ വേണ്ടത്ര സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം എടുത്തോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം അത് പരിശോധിക്കാൻ വേണ്ടിയല്ല പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ആറ്റിൽ വീണ് അപകടം സംഭവിച്ചവരെ എടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പം നമ്മളുണ്ട്. പക്ഷേ പരിശോധിക്കേണ്ടി വരും, പരിശോധിക്കാൻ കഴിയില്ല. ആവശ്യമായ പരിശോധന അക്കാര്യത്തിലുണ്ടാകും. എന്നാൽ പാലം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയെന്നും ഈ കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും BJP ആലപ്പുഴ ജില്ലാ തെക്ക് പ്രസിഡന്റ് സഞ്ദീപ് വചസ്പതി പറഞ്ഞു. പോലീസുകാർ വട്ടം കൂടി നിന്ന് കളിതമാശ പറഞ്ഞ് ചിരിക്കുന്നു എന്നതല്ലാതെ യാതൊരു വിധമായ രക്ഷാപ്രവർത്തനത്തിനും നടത്തിയില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെങ്ങന്നൂരിൽ നിന്ന്, നിങ്ങൾക്കറിയാം ചെങ്ങന്നൂരും ഇവിടവും തമ്മിൽ 15 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചെങ്ങന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്താൻ 2.5 3 മണിക്കൂറോ എടുത്തു എന്നുള്ളത് വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ സംബന്ധിച്ച് തീർച്ചയായും ഒരു അന്വേഷണം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മരിച്ച നിർധനരായ തൊഴിലാളികളുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ഈ കരാർ ഏറ്റെടുത്ത കമ്പനിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളെ നഷ്ടപരിഹാരം നൽകി സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CD Net News, മാന്നാർ.